പല്ല് നഷ്ടപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കേണ്ടതാണ്. ഒരു പല്ലല്ലേ അത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ബാക്കി എല്ലാ പല്ലുകളും ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ ഒരു പല്ലില്ലെങ്കിൽ തന്നെ ആ ഭാഗത്തേക്ക് തൊട്ടടുത്ത പല്ല് ചെരിഞ്ഞു വരാം. പല്ലില്ലെങ്കിൽ കവിൾ ഒട്ടി നമുക്ക് പ്രായക്കൂടൽ തോന്നാം. അതുപോലെ രണ്ട് പല്ലുകളുടെ ഇടയിൽ വിടവ് വന്നിട്ട് അവിടെ ഫുഡ് കയറിയിരിക്കാം, ആഹാരം കയറിയിരുന്ന് അവിടെ പോടുണ്ടാകാം. അതുപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പല്ല് പോയാൽ പോലും അത് പുനഃസ്ഥാപിക്കേണ്ടതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ സുദർശനൻ. ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഉറപ്പിച്ച രീതിയിൽ പല്ല് വെക്കാമെന്നുള്ളതാണ്. എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെയുള്ള ഫ്രണ്ട്സിനായി ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. പല്ല് എടുക്കുമ്പോൾ തന്നെ 1 മാസം കൊണ്ട് തന്നെ നമ്മുടെ എല്ലും മോണയും ഒക്കെ നന്നായി ഹീലായി ഉരുണ്ടു വരാം. ആ സമയത്ത് തന്നെ നമുക്ക് പല്ല് വെക്കാനുള്ള അളവെടുക്കാം. പല്ല് വെക്കുന്നതിന് പ്രധാനമായി 2 രീതികളാണ് ഉള്ളത്. ഒന്ന് ഊരി മാറ്റാവുന്ന രീതിയും, 2 ഉറപ്പിച്ച് വെക്കാവുന്ന രീതിയും. ഊരി മാറ്റാവുന്ന രീതി ഒരു പ്ലേറ്റിന്റെ സഹായത്തോടു കൂടിയാണ് പല്ല് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആഹാരം കഴിച്ചതിന് ശേഷം എടുത്ത് മാറ്റി വാഷ് ചെയ്ത് വെക്കുക, രാത്രിയിൽ അത് മാറ്റി വെക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഉറപ്പിച്ച് വെക്കുന്ന രീതിയിലുള്ള പല്ലുകൾ നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ അതിനു വേണ്ടി 2 രീതികളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന സ്ക്രൂ എല്ലിൽ ഘടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. 2 ക്രൗൺസ് ആൻഡ് ബ്രിഡ്ജസ് എന്നുള്ള ഒരു രീതി. ഉറപ്പിച്ച് വെക്കുന്ന രീതി നമുക്ക് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. തൊട്ടടുത്തുള്ള 2 പല്ലുകൾ രാഗി ചെറുതാക്കിയതിനു ശേഷം ഒരു ബ്രിഡ്ജ് പോലെ, ഒരു 3 യൂണിറ്റ് ബ്രിഡ്ജ് പോലെ വെക്കുന്നതാണ് ക്രൗൺ ആൻഡ് ബ്രിഡ്ജസ് എന്ന രീതി. സാധാരണ പാലം എന്ന് പറയുമ്പോൾ 2 പില്ലേഴ്സ് ഉണ്ടാവും. ഇവിടെ നമ്മുടെ 2 സ്ട്രോങ് ടീത്താണ് ഇവിടുത്തെ ബ്രിഡ്ജിന്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഇവിടെ പല്ല് വെക്കുന്നത്. റിമൂവബിൾ ഡെഞ്ചേഴ്സ് അല്ലെങ്കിൽ ഊരി മാറ്റാവുന്ന രീതിയിലുള്ള പല്ലുകളിൽ എങ്ങനെയാണ്? പ്ലേറ്റിന്റെ സഹായത്തോടു കൂടിയാണ് പല്ലിരിക്കുന്നത്. എന്നാൽ ഇവിടെ പ്ലേറ്റ് ഇല്ലാത്തതിനാൽ 2 പല്ലാണ് നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള 2 പല്ലുകൾ തന്നെ ഉണ്ടാവണമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എങ്കിൽ മാത്രമേ നമുക്ക് ബ്രിഡ്ജ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഒരു പല്ല് മാത്രം ഇത്തിരി ബലക്കുറവുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള പല്ലും കൂടെ എടുത്ത് 4 യൂണിറ്റ് അല്ലെങ്കിൽ 5 യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ബ്രിഡ്ജ് ചെയ്യുന്നതിന് മെയിനായി 2 സ്റ്റെപ്പാണുള്ളത്. തൊട്ടടുത്തുള്ള പല്ലുകളുടെ അവസ്ഥ അറിയാനായിട്ട് നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാം. അതിനുശേഷം പല്ലുകളെല്ലാം ആരോഗ്യമുള്ളതാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായി തൊട്ടടുത്തുള്ള 2 പല്ലുകൾ നമ്മൾ രാഗി ചെറുതാക്കിയതിനു ശേഷം അതിൽ ക്രൗൺ വരുന്ന രീതിയിൽ ഒരു ബ്രിഡ്ജ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അണപ്പല്ലുകളൊക്കെ ആണെങ്കിൽ, ഒരു പല്ലും ഒക്കെ ആണെങ്കിൽ നമുക്ക് പിറ്റേന്ന് അല്ലെങ്കിൽ നെക്സ്റ്റ് വിസിറ്റിൽ തന്നെ നമുക്കത് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ രാഗി ചെറുതാക്കിയതിനു ശേഷം ഒരളവെടുത്തിട്ട് നമ്മൾ ലാബിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് കൂടുതൽ പല്ലുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാനുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ട്രയൽ സ്റ്റേജും കൂടെ ഉണ്ടാകും. അതിൽ ഒരു മെറ്റൽ ട്രയൽ നമ്മൾ നോക്കും. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫിറ്റൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. 3 തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ അവൈലബിൾ. ഒന്നാമത്തേത് മെറ്റൽ ക്രൗൺ. അത് സ്റ്റീലിന്റെ നിറത്തിലുള്ളതാണ്. അണപ്പല്ല് റീപ്ലേസ് ചെയ്യാനാണ് കൂടുതലായി മെറ്റൽ ക്രൗൺസ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ചിലവ് വളരെ കുറവാണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മെറ്റൽ സെറാമിക്, അല്ലെങ്കിൽ ഉള്ളിൽ മെറ്റലും പുറമെ സെറാമിക്കിന്റെ ഒരു കോട്ടിങ്ങും. അപ്പോൾ അല്ലാതെ തന്നെ ഫേസിങ് സെറാമിക് എന്ന് പറയുന്ന ഒരു സെറാമിക് ടൈപ്പും ഉണ്ട്. അതിൽ ഉള്ളിൽ കാണാത്ത ഭാഗത്ത് മെറ്റലും കാണുന്ന ഭാഗത്ത് സെറാമിക്കും. ഇതാണ് മെറ്റൽ സെറാമിക്. ഇതിന് മെറ്റലിനെക്കാളും കുറച്ചും കൂടി ചിലവ് കൂടുതലാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ സെറാമിക് ക്രൗൺസ് ആണ്. ഇതിന് കുറച്ച് ചിലവ് കൂടുതലാണ്. ഇതിന് മെയിനായിട്ട് നമ്മുടെ നാച്ചുറൽ ലുക്ക് തന്നെ ഉണ്ടാകും. നമ്മുടെ വായില് നമ്മുടെ പല്ല് നാച്ചുറലി എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഷെയ്ഡ് സെലക്ഷൻ എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഓൾ സെറാമിക് ക്രൗൺസ് വെക്കുമ്പോൾ. ഈ മാക്സ് ക്രൗൺ, അതുപോലെ സിർക്കോണിയ ക്രൗൺസ് എന്നിങ്ങനെ പല പേരുകളിലാണ് ഓൾ സെറാമിക് ക്രൗൺസ് അറിയപ്പെടുന്നത്. ഇനി ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകളുടെ ഇടയിൽ, അതായത് മിസ്സിംഗ് ടൂത്തിന്റെ ഭാഗത്ത് നമ്മൾ ഒരു സ്ക്രൂ പോലത്തെ ഒരു സാധനം നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശരിക്കും ഈ സർജിക്കൽ പ്രൊസീജിയർ ആണ്. എന്നാൽ നമ്മുടെ പല്ലെടുക്കുന്ന ഒരു ലാഘവം പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം പല്ലെടുക്കുന്ന രീതിയിലുള്ള ലോക്കൽ അനസ്തേഷ്യയിലാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യാറ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള പല്ലുകളെ ഒന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇത് ഈ പല്ലുകളുടെ ഇടയിൽ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഭാഗത്ത് തന്നെ നമുക്കത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ്. ഇപ്പോൾ ഉള്ളതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു
മാർഗമാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്നുള്ളത്. ഫിക്സഡ് ഡെഞ്ചേഴ്സ് എന്നുള്ളത് തൊട്ടടുത്തുള്ള 2 പല്ലുകളെ രാഗി ചെറുതാക്കിയതിന് ശേഷം 3 യൂണിറ്റായിട്ട് വെക്കുന്നതാണ്. എന്നാൽ അത് ഭാവിയിൽ ചിലപ്പോൾ വേദനയോ പുളിപ്പോ വരാം. അതിനാൽ ചില ഡോക്ടേഴ്സ് 2 സ്കൂൾസ് ഓഫ് തോട്ട്സ് ഉണ്ട്. ചില ഡോക്ടേഴ്സ് ആണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ക്യാപ്പിട്ട് ബ്രിഡ്ജ് വെക്കും. ചില ഡോക്ടേഴ്സ് ആണെങ്കിൽ ക്യാപ്പ് ഇടുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ക്യാപ്പ് ഇടും, എന്നിട്ട് ബ്രിഡ്ജ് വെക്കുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ വേദന വരാം അല്ലെങ്കിൽ പുളിപ്പ് വരാം എന്നുള്ള രീതിയിലാണ് ആദ്യമേ റൂട്ട് കനാൽ ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ പല്ല് പോലെ ഇരിക്കും. ചിലപ്പോൾ ആ പല്ലില് ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്നുള്ളത് ടൈറ്റാനിയം അലോയ് കൊണ്ടുണ്ടാക്കിയ ഒരുതരം സ്ക്രൂ ആണ്. അത് നമുക്ക് ഹാനികരമല്ലാത്ത ഒരു മെറ്റീരിയലാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത്. അത് വെച്ചിട്ടുള്ള മെറ്റീരിയലാണ് ഇംപ്ലാന്റ് എന്നുള്ളത്. അതൊരു സ്ക്രൂ ടൈപ്പാണ്. ഇത് നമ്മുടെ എല്ലിനിൽ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സർജിക്കൽ പ്രൊസീജിയറിൽ കൂടിയാണ് അത് പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ ഒരു പല്ല് എടുക്കുന്ന ബുദ്ധിമുട്ട് പോലും ഉണ്ടാകില്ല ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്യാൻ. ലോക്കൽ അനസ്തേഷ്യയിലാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ശരിക്കും തന്നെ എല്ലാ പേർക്കും ഈ പ്രൊസീജിയർ ചെയ്യാം. ഇതിനൊരു പ്രായപരിധിയില്ല. അത്യാവശ്യം എല്ല് വേണമെന്നേ ഉള്ളൂ. എന്നാൽ ഇന്നിപ്പോൾ എല്ല് ഇല്ലെങ്കിൽ പോലും കോർട്ടിക്കൽ ബേസൽ ഇംപ്ലാന്റ്സ് എന്ന രീതിയിൽ നമുക്ക് താടിയെല്ലിൽ ഘടിപ്പിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അത് ഫുൾ സെറ്റ് ഡെഞ്ചറായിട്ട് നമുക്ക് ഇംപ്ലാന്റ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പല്ല് നഷ്ടമായാൽ പോലും ഒറ്റ ഇംപ്ലാന്റ് വെച്ച് അതിന് മുകളിൽ നമുക്ക് ക്യാപ്പിടാം. അടുത്തുള്ള പല്ലുകളിൽ നിന്ന് ദോഷം വരുത്താതെ തന്നെ സ്വാഭാവികമായ പല്ലിന് പകരം വെക്കാനുള്ള ഒരു നല്ലൊരു മാർഗമാണ്. ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ബ്രിഡ്ജസ് എന്നുള്ളത് സാധാരണ ബ്രിഡ്ജിനെക്കാട്ടിലും വ്യത്യസ്തമാണ്. ചില പല്ലുകൾ നഷ്ടമായെങ്കിൽ 2ഓ അതിൽ കൂടുതലോ ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്ത് അതിൽ ബ്രിഡ്ജ് ഘടിപ്പിച്ച് വെക്കുന്നതാണ്. സാധാരണ ബ്രിഡ്ജ് പോലെയല്ല, അടുത്തുള്ള പല്ലുകളുടെ സഹായം ഇതിന് ആവശ്യമില്ല. അതിനാൽ മറ്റുള്ള പല്ലുകൾക്ക് ഇത് ആരോഗ്യം ഉണ്ടാകും. ഓൾ ഓൺ 4 അല്ലെങ്കിൽ ഓൾ ഓൺ 6 ഇംപ്ലാന്റ്സ്. എല്ലാ പല്ലുകളും നഷ്ടമായാൽ 4 അല്ലെങ്കിൽ 6 ഇംപ്ലാന്റ്സ് വെച്ച് നമുക്ക് ഘടിപ്പിക്കാം എല്ലിൽ. പൂർണ്ണമായ പല്ലുകൾ നഷ്ടപ്പെട്ടവർക്ക് ദീർഘകാലവും സ്ഥിരവുമായ പല്ലുകൾ നൽകാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ഡെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഡെഞ്ചർ അല്ല, ഇംപ്ലാന്റ്സിന്റെ മുകളിൽ വെക്കുന്ന ഡെഞ്ചേഴ്സ് ആണ്. സാധാരണ ഡെഞ്ചേഴ്സ് പോലെ ഇത് പേഷ്യൻസിന് ഡിസ്കംഫേർട്ട് ഉണ്ടാകില്ല. ഇതിന്റെ ചിലവ് എന്ത് വരും? ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. എത്ര പല്ല് നമുക്ക് റീപ്ലേസ് ചെയ്യണം, എത്ര യൂണിറ്റ് ബ്രിഡ്ജാണ് വെക്കേണ്ടത്, അതുപോലെ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ മെറ്റൽ ആണോ സെറാമിക് ആണോ അതോ മെറ്റൽ സെറാമിക് ആണോ, അതുപോലെ ഏത് ക്ലിനിക്കാണ്, ലൊക്കേഷൻ എവിടെയാണ് ക്ലിനിക്ക്, ലൊക്കേഷൻ അനുസരിച്ച് റേറ്റിന് ചേഞ്ച് വരാം. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ആണോ ചെയ്യുന്നത്, അങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ കോസ്റ്റ്. അതുപോലെ എന്താണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഊരി മാറ്റാവുന്നതാണോ അതോ ഫിക്സഡ് ആയിട്ടുള്ളതാണോ, ഇംപ്ലാന്റ് ആണോ ഡെഞ്ചേഴ്സ് ആണോ. ഇപ്പോൾ ഊരി മാറ്റാവുന്നതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതി എന്ന് പറയുന്നത്. എന്നാൽ അത് മെയിൻ്റനൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉറപ്പിച്ച് വയ്ക്കാവുന്നതിൽ ഇംപ്ലാന്റ്സ് ആണ് ഏറ്റവും ചിലവ് കൂടിയ രീതി എന്ന് പറയുന്നത്. അതുപോലെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇംപ്ലാന്റ്സിനെക്കാളും ചിലവ് കുറവാണ്. ഏകദേശം ഒരു 2000 മുതൽ 20,000 വരെ അതിന് റേറ്റ് ഉണ്ട്, ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ. എന്നാൽ പല ഘടകങ്ങളെ ആശ്രയിച്ച് ഇത് ചേഞ്ച് ചെയ്യാം. നമ്മുടെ വായും എല്ലും അതിൻ്റെ ആരോഗ്യവും നോക്കിയിട്ട് ഡെന്റിസ്റ്റ് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നിർദ്ദേശിക്കും. അതിനായി എത്രയും പെട്ടെന്ന് പല്ല് നഷ്ടപ്പെട്ടവർ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.